നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ച ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യ കാലാവധി ജൂൺ 2 തീരുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില അസുഖ സംബന്ധമായ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, ഇതിനെല്ലാം സമയം നീട്ടി അനുവദിക്കണം, ജൂൺ 9 കീഴടങ്ങാം എന്ന രീതിയിൽ കെജ്രിവാളിൻ്റെ അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വി കൃത്യമായി കോടതിയെ സമീപിച്ചു. എന്നാൽ ഡിവിഷൻ ബെഞ്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇത് പ്രധാനമായും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ്, ചീഫ് ജസ്റ്റിസ് തന്നെ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് എന്നുള്ള രീതിയിലേക്കാണ് പെരുമാറുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം നടത്തിയ നിരവധിയായ റോഡ് ഷോകൾ, നിരവധിയായ റാലികൾ, ഇതെല്ലാം തന്നെ എന്തുമാത്രം ആഘാതമാണ് BJP നേതൃത്വത്തിന് ഉണ്ടാക്കി കൊടുത്തതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. BJP ഒറ്റയ്ക്ക് 200-ൽ കൂടുതൽ സീറ്റ് കടക്കില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. അത് ഒരു സംശയവും വേണ്ട. ഇക്കുറി നരേന്ദ്രമോദിക്ക് അധികാരം ലഭിക്കുകയില്ല, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ജനങ്ങൾ നൽകുകയില്ല. ഇത്തരത്തിലേക്കാണ് കെജ്രിവാൾ കൃത്യമായി ഒരു വീക്ഷണം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത് എത്രത്തോളം BJP നേതൃത്വത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിൽ നടത്തുന്ന പ്രചരണങ്ങൾ എത്രത്തോളം അമിത്ഷായെയും അതുപോലെ നരേന്ദ്രമോദിയെയും വല്ലാതെ പിടിച്ചു കുലുക്കുന്നു എന്നുള്ളത് സത്യമാണ്. 100% കോൺഫിഡൻസോടുകൂടി നീങ്ങുന്ന ഈ നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നതിന് ശേഷം, കെജ്രിവാൾ ഇത്തരത്തിലൊരു പരാമർശം പറഞ്ഞതിന് ശേഷമാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പോലും ഈ കാര്യത്തിനെ അതിശക്തമായി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയ ആയുധമാക്കി മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കെജ്രിവാൾ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി ഇന്ത്യ മുന്നണിയിൽ തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ്. പഞ്ചാബിൽ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്ന മോദിയുടെ ചോദ്യമുണ്ട്. പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ വിഭിന്നമാണ്. 92 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് നൽകിയ പഞ്ചാബ് ജനതയിൽ അവിടെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസുമായി ഒരു ടൈപ്പ് നടത്താൻ ആം ആദ്മി നേതൃത്വത്തിന് കഴിയത്തില്ല. പക്ഷേ അവിടെയും പരസ്പര വിട്ടുവീഴ്ച, പരസ്പര ധാരണ എന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത്. തീർച്ചയായും ആം ആദ്മിക്ക് കുറേ രീതിയിലുള്ള പരിമിതികൾ പഞ്ചാബ് രാഷ്ട്രീയത്തിനകത്തുണ്ട്. അത് ആം ആദ്മി പാർട്ടി കൃത്യമായും കോൺഗ്രസ് നേതൃത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു സൗഹൃദ മത്സരം നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു വാശിയേറിയ മത്സരം ഇരു കൂട്ടർക്കുമിടയിലില്ല. എന്നാൽ BJPയെ നിലം തൊടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് താനും. അത് കൃത്യമായി BJP നേതൃത്വത്തിന് അറിയാം. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച MP-മാരിൽ 3 പേർ BJPയിലേക്ക് ചാടുന്ന, അതായത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ BJPയുടെ ടിക്കറ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് BJP നേതൃത്വത്തിന് വലിയ ഗുണകരമാകും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി എന്ന് തന്നെയാണ് ആം ആദ്മി പറയുന്നത്. BJPക്ക് ഇത്തവണ പഞ്ചാബിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല. കഴിഞ്ഞ തവണ 2 സീറ്റ് കിട്ടിയെങ്കിൽ ഇത്തവണ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് ആം ആദ്മി നേതാവ് ഭാഗവത് മാൻ കൃത്യമായി പറയുന്നുണ്ട്. ആം ആദ്മി നേതാക്കളുടെ ശക്തമായിട്ടുള്ള നീക്കം, അതിനെ തടയാൻ വേണ്ടി BJP വലിയ രീതിയിലുള്ള കുരുട്ടുബുദ്ധി ഇറക്കാൻ നോക്കിയാൽ അതൊന്നും വില പോകില്ല എന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയും. അവിടുത്തെ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ പോലും അങ്ങനെ തന്നെയാണ്. ശിരോമണി അകാലിദളുമായിട്ടുള്ള സഖ്യം BJP എന്ന് ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ BJPയുമായിട്ട് ശിരോമണി അകാലിദളിന് ഇനി സഖ്യം വേണ്ട എന്ന് തീരുമാനിച്ചോ, ആ നിമിഷം മുതൽ തന്നെ BJPക്ക് വലിയ നഷ്ടങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരിക്കാൻ കൃത്യമായി തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ പണി ചെയ്തു എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണിത്.